ഞാനിപ്പോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്റെ ഫ്രണ്ട്സ് ഒക്കെ റിയാക്ട് ചെയ്യാന്നുള്ളത് അത് പ്രോബ്ലമാറ്റിക് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പൊ വിജയ് സാർ മൂവീസ് നിർത്തി ആ ഒരു നിലപാടിനെയൊക്കെ എങ്ങനെ നോക്കി FDFS ഇല്ല അല്ലെങ്കിൽ സെലിബ്രേഷൻ മിസ് ചെയ്യൂലോ. കുംബ്ലങ്ങിയിലേക്ക് ഓഡിഷന് പോവാൻ ഒരു റീസൺ ഉണ്ടായി. ക്ലാസ് കട്ട് ചെയ്യാനൊക്കെ ലൈഫില് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആരൊക്കെ വിഷമിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ആക്ച്വലി ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായി ചെറുതായപ്പോ. ചെറുതല്ല, കുറച്ച് നാളായി എന്തായാലും. ഞാൻ മരിച്ചു പോയിട്ട് എൻ്റെ എല്ലാവരും വീട്ടിലേക്കൊക്കെ എല്ലാവരും വരുവാ എന്നെ കാണാൻ വേണ്ടി. ഇതെന്താണെന്ന് അറിഞ്ഞൂടാ. ഇത് ആക്ച്വലി എൻ്റെ മനസ്സിലൊരു പാസിങ് തോട്ടാണ്. ഞാനിപ്പോൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ റിയാക്ട് ചെയ്യാന്നുള്ളത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരിക്കലൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെ. ആരൊക്കെ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, എന്തൊക്കെയായിരിക്കും അവർ എങ്ങനെയായിരിക്കും അവർ പ്രോസസ്സ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. അത് പ്രോബ്ലമാറ്റിക് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇടയ്ക്കൊന്നും ചിന്തിക്കുന്നത് പ്രോബ്ലമാറ്റിക് അല്ല. ഇല്ലില്ല, എപ്പോഴൊന്നുമില്ല. ഒരിക്കൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അങ്ങനെ. ഞാൻ മരിച്ചു പോയിട്ട് എല്ലാവരും കാണാൻ വരുന്ന പോലെ. എന്താണ് അയ്യോ. ഇപ്പൊ മാത്യുവിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വിജയ് സാറിന്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പൊ വിജയ് സാർ മൂവീസ് നിർത്തി ആ ഒരു നിലപാടിനെയൊക്കെ എങ്ങനെ നോക്കി? ഭയങ്കര വിഷമമുള്ളൊരു സംഭവമാണ് ഡെഫിനറ്റ്ലി. അതെ, ഇപ്പൊ പറഞ്ഞ പോലെ അതെ FDFS ഇല്ല അല്ലെങ്കിൽ സെലിബ്രേഷൻ മിസ് ചെയ്യൂലോ. റിലീസുകളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ആശ്വാസമാണ്. പക്ഷെ എന്നാലും ഒരു സെലിബ്രേഷൻ, ഒരു പുതിയ പടം സാറിൻ്റെ ഇറങ്ങുക, അതിൻ്റെ ഒരു ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു പ്രോസസ്സും ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു സെലിബ്രേഷൻസും ഒക്കെ മിസ് ചെയ്യും ഡെഫിനറ്റ്ലി. എന്താ പറയുക, ഓഡിയോ ലോഞ്ചുകളില്ല, സ്പീച്ചുകളില്ല സാറിൻ്റെ. അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രേറ്റർ കാര്യത്തിന് വേണ്ടിയാണ് അത്രയും പറഞ്ഞ പോലെ ഭയങ്കര പീക്ക് ഓഫ് ദ കരിയറാണ് ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അത് സാറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യവും അത്രയും ഭയങ്കര ഗ്രേറ്റർ ആയിട്ടുള്ളൊരു കാര്യം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അത്രയും ഇഷ്ടമുള്ളൊരു സാധനം വിട്ട് നിന്ന് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ ഒപ്പം നിൽക്കുക ഇനി മുതൽ എന്ന് തീരുമാനിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, ഇനിയിപ്പം മാത്യു ഏതൊരു ഏജിലാണ് ആക്ടിങ്ങിലേക്ക് കടന്നത്? ആക്ടിങ് എനിക്ക് വേണം, എനിക്ക് ഇഷ്ടമുണ്ട് ആക്ടിങ്ങിനോട്, ആ ഒരു കഴിവ് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? ഷൂട്ടൊക്കെ നടക്കുമ്പോഴാണ് കുമ്പളങ്ങിയുടെ ഒക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഈ കുമ്പളങ്ങിക്ക് തുടങ്ങി ഷൂട്ടിന് മുമ്പ് ഞാൻ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ കുമ്പളങ്ങിയിലേക്ക് ഓഡിഷന് പോവാൻ ഒരു റീസൺ ഉണ്ടായി? അല്ല, ഞാൻ അത് ചുമ്മാ സ്കൂളിൽ നടന്നപ്പോ ചുമ്മാ അങ്ങ് പോയത്. അതെന്തോ ആ മൊമെന്റിൽ പോവാൻ തോന്നി, അങ്ങനെ പോയി. ആരെങ്കിലും പുഷ് ചെയ്തായിരുന്നു നീ ഒന്ന് പോയി നോക്കടാ? ഇല്ല, ചുമ്മാ ക്ലാസ് കട്ട് ചെയ്യാനൊക്കെ അപ്പൊ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ചുമ്മാ അങ്ങനെ ചുമ്മാ ചെയ്തതാ. അങ്ങനെ ആഗ്രഹങ്ങൾ അങ്ങനെ സിനിമ ജനറലി അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, ഞാൻ കോമേഴ്സ് എടുക്കണം എന്നായിരുന്നു. 10th ഓഡിഷൻ നടന്നു. 10th കഴിഞ്ഞിട്ട് കോമേഴ്സ് എന്നുള്ളൊരു പ്ലാനായിരുന്നു. അല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതാവണം എന്നുള്ള അല്ല. ചെറുപ്പത്തിലുണ്ടായിരുന്നു കേട്ടോ, പോലീസ് ആവണം, ഡോക്ടർ ആവണം, പൈലറ്റ് ആവണം, എല്ലാവർക്കും ഉള്ള പോലെ കുറെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് ഒന്നിനോട് ഇല്ല, അങ്ങനെ ഇല്ല. ചെറിയ 7th 8th ഒക്കെ വരെ ഇങ്ങനെ പല പല ആഗ്രഹങ്ങൾ വന്നു പോവായിരുന്നു. 10th ഒക്കെ ആയപ്പോൾ കൊമേഴ്സ് എടുക്കാം, സയൻസ് എനിക്ക് കുറച്ച് എത്ര സെറ്റ് ആവാത്ത പോലെ തോന്നി. അപ്പോൾ കോമേഴ്സ് എടുക്കാം എന്നൊക്കെ ഉള്ളൊരു തീരുമാനമായിരുന്നു. അപ്പോഴാണ് ഈ 10th പഠിക്കുമ്പോൾ ഈ ഓഡിഷൻ നടക്കുന്നത്. അപ്പോൾ ഇത് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കത് അങ്ങനെ അത്ര മനസ്സിലാവുന്നില്ല. പക്ഷെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു പ്രോസസ്സിൻ്റെ ഒരു മാജിക്കും നമുക്ക് അഭിനയിക്കുമ്പോൾ കിട്ടുന്നൊരു എന്താ പറയുക ഒരു ഹാപ്പിനെസ്സും ഒക്കെ ഭയങ്കരമായിട്ട് ഞാൻ റിയലൈസ് ചെയ്തത്. അപ്പോൾ